അപ്പൊ നേരത്തെ അരുണോട് പരം പാടില്ല എന്നാണ് പറഞ്ഞത്. ബാത്റൂം സിംഗിങ് പിന്നെ എൻ്റെ പാട്ട് അതായത് ഞാൻ ഇത് ചെയ്തോണ്ടല്ലോ ഞാനാ പാടിയിരിക്കുന്നത്. കാതരമഴി എന്ന് പറഞ്ഞ പാട്ട് അത് അത്രയും തറവാക്കിയിട്ട് മനസ്സിലുണ്ട്. കാരണം അത് ലിപ്പ് കൊടുക്കണം. പിന്നെ അത് അത്യാവശ്യം പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് കേൾക്കണം. അപ്പൊ ആരാദ്യം പാടാൻ പോണത്? കൂടെ പാടിയിരുന്നു ഓരോരുത്തർക്കും ഓരോ ചാൻസ്. ഞാനേ കാതരമഴി പാടിയിരുന്നു. പഠിക്കും പകുതി കുറച്ച് ഞാൻ പാടാം. എന്നാ മൈക്കൊന്ന് അല്ല ഞാൻ അടുത്ത് കാതരമിഴിനകളിടയും തരളിത മമ മനമതിലലിയും പറയാനേ അനുപദമതികരലയസുരഭിലയാം കാതരമിഴിനകളിടയും തരളിത മമ മനമതിലലിയും മമ പ മഗരി ദസ ദസ നിദ പ മമ പ സരി സരി മരി സരി സരി മരി സരി സരി മമരി റിമ പ മപദ സാസ സാസ ദസരി മഗരി റിമ പ സരി സദ സദ പദ പമ പമ മഗരി സരി മ പ മപദ കളകൂജനമീ വാർന്നൊരു മൃദുമുരളികയോ മനതാരതിലൊരു ഭ്രമരം. ഇതറിഞ്ഞിരുന്നേ ആരുണ്ട് പാടിപ്പിക്കുന്നു. അത്ര ഇഷ്ടപ്പെട്ടു ആ സോങ്. പിന്നെ ലിറിക്സും ഇതാണ് സെമി ക്ലാസിക്. അല്ലല്ലേ അടിപൊളി. ഞാൻ ശരിക്കും ഇത് തന്നെയാണ് ഞാൻ പാടാനിരുന്നത്. ലിറിക്സ് പെട്ടെന്ന് ഓർമ്മ വരും. കറുപ്പിനഴ അതിൽ ഞാൻ പാടിയ പോർഷൻ ആണെങ്കിൽ ഡാലിയ കൂടാരം വേണം, കൂട്ടിനൊരു ജാവോഡിൽ വേണം, മുന്തിരി പൂന്തോപ്പിൽ വാഴാൻ ഒത്തിരി സ്വപ്നങ്ങൾ വേണം, കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ. എങ്ങനെയുണ്ട്? എന്ത് വ്യത്യാസമാണ്. അല്ല ഞാൻ പറഞ്ഞു വന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പം ഞാൻ ചെയ്ത പാട്ട് അതൊരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലും പിന്നെ ഇതിന്റെ ലിറിക്സ് അത് വിട്ടുപോയി ഞാൻ പറഞ്ഞു. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഡയറക്ടർ സാർ തന്നെയാണ്, രമേശി. നാവൂർ പാട്ട്, പുള്ളോ പാട്ട്, കളമെഴുത്ത് പാട്ട്, ക്ലാസിക്കൽ. അപ്പോൾ ഇപ്പോഴത്തെ മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാട്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, എനിക്കൊന്ന് പ്രൊമോഷൻ മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ടിങ്ങിന് ഓക്കെ, പക്ഷേ ഇപ്പോൾ ഒരു സോങ് ഫുൾ ഉണ്ടാവും, പക്ഷേ മൂവീസിൽ വരുമ്പോൾ അത് പല്ലവിയിൽ ഒതുങ്ങിയിട്ട് പിന്നെ ഡയലോഗ്സ് ഓവർലാപ്പ് ചെയ്തു അങ്ങനെയൊക്കെ പോകും. പക്ഷേ ഈ മൂവിയിൽ അങ്ങനെയല്ല. ഇതിൽ 4 പാട്ടിനും സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഫുൾ സോങ്. നവീൻ അവിടെ ഇരിപ്പുണ്ട്, നവീൻ DOP. പുള്ളി നല്ല അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. നല്ല ആ ഗ്രാമീണ ഇപ്പോൾ കുളം, തോടുകൾ, വയൽ, ഇതെല്ലാം പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കാണിച്ചു കൊടുക്കുക. അതെ, അല്ല ഞാൻ പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇതും സ്വീകരിക്കണം, കാണണം. അവരൊരു ക്ലീഷേ എന്ന് പറഞ്ഞ് തട്ടിക്കളയാതെ തീർച്ചയായിട്ടും കാണണം എന്നാണ്. കാണുമായിരിക്കും. ഓഡിയൻസ് കാണണം. മെയിനായിട്ട് നല്ല കമന്റ്സ് ഇടണേ പ്ലീസ്. അതാണ് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഇട്ടാലേ നിങ്ങളുടെ എല്ലാവരും അല്ലേ എന്തോ
എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ തന്നെ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you.